ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ വൻപയർ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വൻപയറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 8-10 വിസിൽ വേണ്ടി വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു 2-3 വിസിൽ കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടച്ചു വെക്കാം. 1 മണിക്കൂറൊക്കെ അടച്ചു വെക്കുമ്പോഴത്തേക്കും അത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കറിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഓവർനൈറ്റ് ആണ് കുതിർത്ത് വെച്ചത്. ഒരു 10-12 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ വന്നാൽ മതി. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കാം. 3 വിസിലാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 3 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കാം. പയറിൽ കുറച്ച് വെള്ളമുണ്ട്. ഇത് നമ്മൾ പാത്രം തുറന്ന് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റ് കൊണ്ട് തന്നെ പയറിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും. ഇപ്പോൾ പയറിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേ രീതി ചെയ്ത് നോക്കുക. അത് ചോറിനോടൊപ്പം കഴിക്കാനും അല്ലാതെ വെറുതെ കഴിക്കാനും ഒക്കെ നന്നായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.